തളിരില പോലെ തളർത്തിടുമേ നയവാൻ ഹാലേലൂയ. വളരും അവൻ ലബനോന്റെ കാരകിൽ വൃദ്ധതയിലും അവർ തളിരിട്ടു തഴച്ചിടുമേ ഹാലേലൂയ. വർദ്ധിക്കും അവർക്ക് തുഷ്ടി പുഷ്ടികളും പാർക്കുമോ. മനോലം വാദാമുൽമോലം ഉണ്ടേമേലും നിന്നോർമ്മ ഉദഗണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയ ബഹുമാനിച്ചോർക്കായി സൗമൻ കാലോസ്കുറിയേലായിസോ. ഭാഗ്യം നിബിയർക്കും ഭാഗ്യം ശ്രീഹർക്കും ഭാഗ്യം സഹദർക്കും പുനരുദ്ധാനദിനെ പാർക്കുമോ. മിശിഹായെ കാണാൻ കാക്ഷിച്ചോരു സഹദർ വാളാൽ ചിറകുകൾ പോലുന്നത പദമേറി മുറിയോറാഹെ മേലയിലുവാദാറെ. പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോട്. ചാർത്തും നീതിയ നിന്നാചാര്യന്മാരും നിൻ മഹിമയ നയവാന്മാരും ഹാലേലൂയ ഹാലേലൂയ. നിന്നഭിഷിക്ത മുഖം തിരുപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിൻ മൂലം. നിൻ പുത്രന്മാർ കാത്തിടുമെങ്കിൽ ഹാലേലൂയ ഹാലേലൂയ. എന്നിയമത്തെയും ഞാനുപദേശിച്ചിടുമീ സാക്ഷിയെയും പാർക്കുമോ. മെൻമോലം വാദാമുൽമോലം ഉൽമീനാമേ. ശുചിയോട് ശുദ്ധ്യാപസ്കുദിശ സ്പർശിച്ചുള്ള പാദങ്ങൾ പൂക്കുദ്വാര ദ്വാരങ്ങൾ വാനമരുത്തു വസീകേണം സ്തൗമൻ കാലോസ്കുറിയേലായിസോ. പരിചരിച്ചെന്നാചാര്യന്മാരെ പരമാനന്ദലോകത്തിൽ പരിചോടിയർച്ചർക്കട്ടെ പാർക്കുമോ. മറന്നീടല്ലേ സോനാഥ ശുശ്രൂഷകര വാചാര്യരെ ഉയർപ്പി വലിയൊരു നാളികൾ അവർക്ക് ഗണമേ മൂഖകാന്തി മുറിയോറാകെ മേലൈ നൂവാദാറെ. മശിഹാഗുദാ ശകളർപ്പിച്ചോ ആചാര്യന്മാർ കേകുക പുണ്യം നാദാസ്തോത്രം. കൃപ ചെയ്തതുപോലെ ഹല്ലേലൂയ.
ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിന് തുല്യം നരനുടെ നാളുകളോ ഹല്ലേലൂയ. പൂക്കുന്നിതു വയലിൽ പൂച്ചെടി പോലെ പാർക്കുമോ. മന്നോലം പാദമുൽവോരം മരണത്താലെ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസരെ നിൻ ജീവസ്വരമതുണർത്തണമേ. കബറിന്നു ധ്യാനധീന സൗമൻ കാലസ്കുറിയേലായിസോ. ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മേവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നീന്തി അവരോരുയിരോടെഴുന്നേറ്റു ഉയരേകും നീ സ്തുതി ചെയ്തിടുന്നു. പാർക്കുമോ. എന്റെ ശരീരം ഭക്ഷിച്ചൻ രക്തം പാനം ചെയ്യുവോ. പാതാളത്തിൽ പോകാനായിട ഞാൻ എന്നും അവൻ ജീവിപ്പാനങ്ങത്തിട്ടു മരിച്ചതു ഞാൻ എന്നും കാത്ത തന്നരുളിന്നു മഹത്വം. കർത്താവേ കള്ളനു വേണ്ടിയ വരം ത്രിത്വത്തെ കൊണ്ടാടി പറയണം. പിതാവും പുത്രനും പരിശുദ്ധനുമായവൻ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു. ആദ്യം മുതൽ തലമുറകൾ വരെ എനിക്ക് സ്തുതി. ഹല്ലേലൂയ. men madbahom hasiano ne hususo yo labdak paralohom desul furqonan watadni semetul nuhoman buhodo sedagensa levalmin amen. ദൈവമായ കർത്താവേ, ഗണങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ പരിമോചനത്തിനും ഞങ്ങളുടെ കർത്താവും നിത്യദൈവമായുള്ളവേ, തിരുമുമ്പാകെയുള്ള പ്രസന്നതയ്ക്കുമായി വിലയേറിയ നിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുവാൻ പ്രതീക്ഷയോടെ നിൽക്കുന്ന ഈ നിന്റെ ആരാധകരുടെ സംഘത്തെ നീ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. വലിയവനും നമ്മുടെ രക്ഷകനുമായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധ രഹസ്യങ്ങൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇത് നൽകുന്നവരുടെ മേലും ഇതിനെ കൈക്കൊള്ളുന്നവരുടെ മേലും ഇതിൽ സംബന്ധിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച് സംബന്ധിപ്പാനിരിക്കുന്നവരുമായ എല്ലാവരുടെ മേലും നമ്മുടെ മേലും നമ്മുടെ വാങ്ങിപ്പോയവരുടെ മേലും രണ്ടു ലോകങ്ങളിലും ഇന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. കൃപ ചെയ്യണമലിവാ, കൃപ ചെയ്യണമോ തരമരുളി, കൃപ ചെയ്യണമേ നിനക്കു സ്തുതി, കൃപ ഞങ്ങളിലുണ്ടാകട്ടെ. Shubahol Morane Shushiho Forokodilan Shubahol Farokadisho de Galan Vadamam Hasiyan Adestinan Laldino Lalbato Nehavelan Yelohayo Furkon Lukulan Rahime
നാവുകൾ നിന്നാമം വാഴ്ത്തും. ഹല്ലേലൂയ. മൗദേനാലോക് മൊറിയോ അലോഹോ സാഗിയോസ് റഹ്മായി. കർത്താവേ, നിന്റെ സ്വർഗീയ വിരുന്നിൽ സംബന്ധിക്കുവാൻ ഞങ്ങളെ അർഹരാക്കി തീർത്ത നിന്റെ കരുണാധിക്യം നിമിത്തം ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ രഹസ്യങ്ങളുടെ അനുഭവം മൂലം ഞങ്ങൾ ശിക്ഷാർഹരായി തീരരുത്. പിന്നെയോ നിന്റെ പരിശുദ്ധ റൂഹായോടുള്ള സംബന്ധത്തിന് അർഹനായി തീരണമേ. ആദ്യം മുതലുള്ള സകല പുണ്യവാന്മാരുടെയും കൂട്ടത്തിൽ ഓഹരിയും അവകാശിയും ഞങ്ങൾ പ്രാപിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും സകലത്തിലും ഉത്തമനും പരിശുദ്ധനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോട് സമനായിരിക്കുന്ന റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നൽകപ്പെട്ട വിശ്രവസ്യങ്ങൾ കൈക്കൊണ്ടതിനു ശേഷം വീണ്ടും കാരുണ്യവാനായ കർത്താവിന്റെ മുമ്പാകെ നാം തലവനിക്കണം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, നിന്റെ രൂപം ഞങ്ങൾ തലവനിക്കുന്നു. ഞങ്ങളുടെ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് വലിയവനും വിസ്മയനീയനുമായ ദൈവമേ, ദൈവതോന്നി ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ഞങ്ങൾ നിത്യവും നിന്നെയും നിന്റെ ജനകനാം പിതാവാം ദൈവത്തെയും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോട് സമനായിരിക്കുന്നവനുമായ നിന്റെ റൂഹായെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ ഇസ്രായേലിനു വന്ദന ചെയ്യുവാൻ കൂടാരത്തെ പണിതതു പാവനമാക്കാൻ മോശയോടോദിയ ദേവാ. പൗരോഹിത്യ പണിയാലതു നിൻ നാലയമാക്കി വന്നികളവിടെ പ്രാപിച്ചൊരുപോൽ കൃപയും തുണയും. ഇനാലോഹോ ഞങ്ങളുടെ വാത്സല്യ സഹോദരങ്ങളെ, കർത്താവിൻ്റെ പാപരിഹാരപ്രദമായിരിക്കുന്ന ഈ പരിശുദ്ധ യാഗപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വാഴ്വുകളോടും യാത്രാഭക്ഷണങ്ങളോടും കൂടെ ശുദ്ധമുള്ള തൃത്വത്തിൻ്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കുമായി നിങ്ങളെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനപൂർവ്വം പോകുകയും ദൂരസ്ഥരോടുകൂടെ സമീപസ്ഥരും ജീവനുള്ളവരോടുകൂടെ മരിച്ചുപോയവരും നമ്മുടെ കർത്താവിൻ്റെ വിജയശ്രീവായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസായുടെ ഋഷമായാൽ ഉപദ്രവത്തിൽപ്പെട്ടവരുമേ ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ തെറ്റുകളെ ക്ഷമിക്കും,
നിങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്നവരുടെ ആത്മാക്കളെ നിത്യദിൻ കൂടാരങ്ങളിൽ വിശ്രമിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞങ്ങളോ ബലഹീനരും പാപിയുമാകുന്ന ദാസർ നിങ്ങളുടെ പ്രാർത്ഥന മൂലം കരുണയും കൃപയും പ്രാപിപ്പാൻ സംഗതിയാകട്ടെ. നിങ്ങളോ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനപൂർവ്വം പോകുവീൻ. നാളെ തോറുമുള്ള പ്രാർത്ഥനകളിൽ ഞങ്ങളെ ഓർക്കുകയും ചെയ്യുവീൻ. അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിച്ചുമാറാകട്ടെ. ലേരി
ചുറ്റിക്കൊണ്ട് വന്യ പിതാക്കന്മാരെ, വന്യ മിഖായൽ റമ്പാച്ചൻ, വന്യ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ചെന്നിത്തല വർഗീസ് ഹോറേബ് യാക്കോബായ സുറിയാനി പള്ളിക്ക് ഇന്ന് സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ദിനമാണ്. ഇന്നലെയും ഇന്നുമായി ഈ പുതിയ ദേവാലയത്തിൻ്റെ കൂദാശകർമ്മം മംഗളകരമായി അനുഗ്രഹകരമായി പര്യവസാനിച്ചിരിക്കുന്ന ഈ സമയത്ത് ഇതിന് നേതൃത്വം നൽകിയ മുഖ്യ കാർമ്മികത്വം വഹിച്ച എല്ലാവരെയും നന്ദിയോടെ സ്മരിക്കുകയാണ്. ദൈവത്തെ നമുക്ക് തുടർന്നും നന്ദിയോടെ ഓർത്ത് സ്തുതിക്കാം. നമ്മുടെ കഴിവുകൾക്കപ്പുറത്ത് ഈ മനോഹരമായ ദേവാലയം സംസ്ഥാപിക്കുവാനായിട്ട് ദൈവം കരുണ ചെയ്തതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് സ്ലീബ മുത്തിച്ച് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് പിതാക്കന്മാർ ഭക്ഷണം കഴിച്ചതിന് ശേഷം പഴയ പള്ളിയിൽ ഇന്നൊരു പൊതുസമ്മേളനം കൂടുന്നതായിരിക്കും. അതിലും എല്ലാവരും സംബന്ധിച്ച് തിരികെ പോകാവുള്ളൂ എന്ന് ഓർപ്പിക്കുന്നു. ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച് നമ്മെ അനുഗ്രഹിച്ച, ഇന്നലെയും ഇന്നുമായി സാന്നിധ്യം കൊണ്ടും സഹകരണങ്ങൾ കൊണ്ടും നമ്മെ അനുഗ്രഹിച്ച അഭിമന്യ പിതാക്കന്മാരായ കുറിയാക്കോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയോടും അഭിമന്യ പിതാവായ ഗീവർഗീസ് മാർ ബർണബാസ് തിരുമേനിയോടും അഭിമന്യ പിതാവായ ഐസക് മാർ ഒസ്താത്യോസ് തിരുമേനിയോടുമുള്ള നന്ദിയും കടപ്പാടും അഭിമന്യ പിതാക്കന്മാരുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഇന്നലെയും ഇന്നുമായി നമ്മെ അനുഗ്രഹിച്ച ഈ പിതാക്കന്മാരോട് ഇടവക ഏറെ കടപ്പെട്ടിരിക്കുന്നു. നമുക്ക് ഈ പിതാക്കന്മാരുടെ ആയുസ്സിനും ആരോഗ്യത്തിനുമായി തുടർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. നമ്മെ അനുഗ്രഹിച്ചതിന് ഇടവകയുടെ നാമത്തിൽ ഇവിടുത്തെ വൈദികരുടെയും ട്രസ്റ്റി സെക്രട്ടറി എല്ലാവരുടെയും സകല കുടുംബാംഗങ്ങളുടെയും പേരിൽ നന്ദിയും കടപ്പാടും തൃപ്പാദങ്ങളിൽ ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊള്ളും. ഇപ്പോഴഭിവന്തി പിതാവായ ബർണബാസ് തിരുമേനി അല്പസമയം കൽപ്പിച്ച് സംസാരിക്കുകയും അതിനുശേഷം ധൂപപ്രാർത്ഥനയ്ക്ക് ശേഷം കൈമത്തിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നതുമാണ്. അഭിവന്തി പിതാക്കന്മാർ ഭക്ഷണം കഴിച്ചതിന് ശേഷം പൊതുയോഗം ഉടനെ ആരംഭിക്കുന്നതുമാണ്. അപ്പോൾ വിശദമായിട്ട് സംസാരിച്ചു കൊള്ളാം. അഭിവന്തി പിതാവായ ബർണബാസ് തിരുമേനി ഇപ്പോൾ കൽപ്പിച്ച് സംസാരിക്കും. ത്രിയേക ദൈവത്തിന് സ്തുതി. ഭദ്രാസനത്തിൻ്റെ അഭിവന്യ പിതാവായ ഗീവർഗീസ് മാർ കൂർലോസ് തിരുമേനി, ജ്ഞാനായ അതിമെത്രാസനത്തിൻ്റെ വള്ളംകുളം മേഖലയുടെ അഭിവന്യ പിതാവായ കുറിയാക്കോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി, ചെന്നൈ ഡൽഹി മെത്രാസനങ്ങളുടെ മെത്രാപ്പൊലീത്ത അഭിവന്യ പിതാവായ ഐസക് മാർ ഒസ്താദിസ് തിരുമേനി, ബഹുമാനപ്പെട്ട മിഖായൽ റമ്പാച്ചൻ, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, ശമാശന്മാരെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഏറ്റവും വലിയ സന്തോഷത്തോടെയാണ് നാം എല്ലാവരും ഇന്ന് ഈ പരിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചു എന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നമുക്ക് ഏവർക്കും അറിയാവുന്നതായ കാര്യങ്ങളാണല്ലോ. വളരെ മനോഹരമായ രീതിയിൽ ചെന്നിത്തല ഹോറേബ് വർഗീസ് നാമത്തിലുള്ളതായ ഈ പരിശുദ്ധ ദേവാലയം മലങ്കര സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ബാബാ തിരുമേനിയെ മറ്റഭിമന്യ പിതാക്കന്മാരുടെ കാർമ്മികത്വത്തിലും സഹകാർമ്മികത്വത്തിലും ഇതിൻ്റെ കൂദാശ നടത്തുവാൻ ദൈവഹിതമാം പ്രകാരം സാധിപ്പിച്ചു എന്നതിൽ ദൈവത്തെ സ്തുതിക്കാം. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെയും ഇത്ര മനോഹരമായ രീതിയിൽ എല്ലാവരും ഒരു ടീം സ്പിരിറ്റോടുകൂടെ അഭിമന്യ പിതാവായ കൂർലോസ്മിയനോട് നേതൃത്വത്തിൽ മറ്റ് വൈദിക ശ്രേഷ്ഠരെ, ഇടവിലെ വികാരിമാരൊക്കെയും സഹകരിച്ച് ഇവിടുത്തെ ജനങ്ങളെ കഴിയുന്നതിലപ്പുറമായി ചെയ്ത് മനോഹരമായ ദൈവത്തിൻ്റെ ആലയത്തെ പടുത്തുയർത്തുവാൻ സാധിക്കുകയും അതിൻ്റെ ചാരിതാർത്ഥ്യത്തിൽ നാം ഏവരും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മലങ്കര സുറിയാനി സഭയ്ക്ക് അതിൻ്റെ സുവർണ ലിപികളിൽ രേഖപ്പെടുത്തുവാൻ തക്കവണ്ണം ചെന്നിത്തല പള്ളി അതിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട വിഹായസിൽ അത് നിവർന്നു നിൽക്കുകയാണ്. നമുക്ക് ഏവർക്കും ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. പുണ്യപ്പെട്ട പിതാവ്, ഏറ്റവും വലിയ സഹതായായ ഗീവർഗീസ്തായുടെ ഓർമ്മ പെരുന്നാളും ഇതിനോടനുബന്ധിച്ച് ഈ പരിശുദ്ധ സഭ ആഘോഷിക്കുകയാണല്ലോ. നമുക്കറിയാം, ഈ ദേശത്തിന് മാത്രമല്ല പരിശുദ്ധ സഭയിൽ അങ്ങോളം ഇങ്ങോളമുള്ള പരിശുദ്ധ ദേവാലയങ്ങളിൽ
പരിശുദ്ധനായ മോർ ഗീവർഗീസായുടെ ഓർമ്മ പെരുന്നാളിനെ ഭക്തിയാദര പുരസ്സരം ദൈവജനങ്ങൾ ആഘോഷിക്കുന്നതായ ഈ തരുണത്തിൽ ഈ ദൃശ്യമായ എല്ലാവിധമായ അനുഗ്രഹങ്ങളും നമ്മൾ നേടുവാൻ ദൈവത്തിൽ നാം മനസ്സുറപ്പിച്ച് നമ്മളെ തന്നെ സമർപ്പിച്ച് വളരെ പ്രശ്നങ്ങളും സങ്കീർണങ്ങളുമായ ലോകത്തിൽ പിശാചിൻ്റെ കെടുതികൾ ധാരാളമായി അനുഭവിക്കുവാൻ തക്കവണ്ണം പിശാച് അലറുന്ന സിംഹം പോലെ പ്രവർത്തിക്കുന്നതായ ഈ കാലയളവിൽ ഗീവർഗീസ് സഹദായുടെ ഓർമ്മയുടെ പ്രസക്തി എന്താണെന്നുള്ള കാര്യം നാം ചിന്തിക്കണം. ഇന്ന് പരിശുദ്ധ കൂദാശ ഇന്നലെ കൊണ്ട് പൂർത്തിയായി നമുക്കറിയാം. കർത്താവായ യേശു മിശിഹ ഫിലിപ്പോസിൻ്റെ കൈസറിയിൽ വെച്ച് ചോദിക്കുകയാണ്, എന്നെക്കുറിച്ച് നിങ്ങൾ ആരെന്ന് പറയുന്നു? യോഹന്നാൻ മാബ്ദാനോയെന്നും അതുപോലെ പ്രവാചകന്മാർ ആരെങ്കിലുമൊക്കെ ആയിരിക്കുന്നൊക്കെ അവർ സംശയ രൂപത്തിലൊക്കെയും അവിടെ അവർ നിന്നപ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെക്കുറിച്ച് ആരെന്ന് പറയുന്നു? ഉടനെ തന്നെ ശിമോൻ പത്രോസ്, പരിശുദ്ധ പത്രോസ് ലിഹ എഴുന്നേറ്റ് പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. കർത്താവായ യേശു മിശിഹ പരിശുദ്ധനായ പത്രോസിനോട് പറയുന്നു, ബറിയോനാ ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിയപ്പെട്ടിരിക്കുമെന്ന് ആ പരിശുദ്ധ വചനം ഉൾക്കൊള്ളുന്നതായ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ഇന്ന് നാം വിശുദ്ധ കുർബാന മധ്യേ വായിച്ചെങ്കിൽ കർത്താവായ യേശു മിശിഹ പരിശുദ്ധനായ പത്രോസ് അപ്പോസ്തലന് കൊടുത്തതായ ശ്ലൈഹി അധികാരവും ആ സിംഹാസനം നമ്മളിലാണ്, നമുക്കാണ്, നാം ആ സിംഹാസന വിധേയരായിട്ടാണ് കഴിയുന്നെന്നുള്ളതായ ചിന്ത നമ്മളെ ഭരിക്കുമ്പോൾ ഈ ലോകപരമായ സങ്കീർണങ്ങളായ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും അതുപോലുള്ളതായ ദുരിതങ്ങളെയും മറ്റ് പ്രതിസന്ധികളെയൊക്കെ അതിജീവിക്കുവാനും കർത്താവായ യേശു മിശിഹായുടെ തിരുവായുണ്ട് അരുളിച്ചതായ ഈ വചനം നമ്മളിൽ കൂടെ പ്രാവർത്തികമാകുവാനും ഈ പരിശുദ്ധ ദേവാലയം ഇവിടെ നമുക്ക് വേണ്ടി പണിയപ്പെട്ടിരിക്കുകയാണ്. സകല സൃഷ്ടിക്കും വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിക്കുവാനാണ് ഈ പരിശുദ്ധ ദേവാലയം ഉദകീഭവിക്കേണ്ടത്. ഇടവക എന്ന് പറഞ്ഞാൽ ദേശത്തിൻ്റെ വകയെന്നാണ്. ഈ ദേശത്തിന് മൊത്തമായിട്ടുള്ള വകയാണ്, അതിന് അവകാശപ്പെട്ടതാണ് ഈ പരിശുദ്ധ ദേവാലയം. ഇതിൻ്റെ കൊമ്പ് ഉയർന്നതുകൊണ്ട് സഭയുടെ കൊമ്പാണ് ഉയർന്നത്. ഇതിനെ കൂടുതൽ അനുഗ്രഹം കിട്ടുമ്പോൾ സഭയ്ക്കാണ് കൂടുതൽ അനുഗ്രഹം ഉണ്ടാകുന്നുള്ള കാര്യം നാം വിസ്മരിക്കരുത്. നാം ഒക്കെ ഇന്ന് ജീവിക്കുന്ന മരണ സംസ്കാരത്തിൽ നിന്ന് ജീവന്റെ സംസ്കാരത്തിലേക്ക് പ്രവേശിക്കുവാൻ മോർ ഗീവർഗീസായുടെ ഓർമ്മയും അതിനോടനുബന്ധിച്ചുള്ളതായ അദ്ദേഹത്തിൻ്റെ ഓർമ്മ പെരുന്നാളും നമുക്ക് സാധ്യതപ്രായമാകുവാൻ നാം പ്രാർത്ഥിക്കണം. ഗീവർഗീസ് സഹദാ മഹാപരിശുദ്ധനാണ്, ഏറ്റവും പുണ്യനായ ശ്രേഷ്ഠനായ സഹദായാണ് അദ്ദേഹം. നമുക്കറിയാം, വലിയൊരു സർപ്പത്തെ കൊല്ലുന്നതായ ഫോട്ടോയാണ് നാം കാണുന്നത്. ഒരു വെളുത്ത കുതിരയിൽ, പാൽവർണ്ണ കുതിരയിൽ അദ്ദേഹം കയറി നിന്നുകൊണ്ട് ആ രാജകുമാരിയെ സംരക്ഷിക്കുന്നു. അത് സഭയെ സംരക്ഷിക്കുന്ന പിശാചിൽ നിന്ന് സഭയെ സംരക്ഷിക്കുന്നതിന് പ്രതീകമാണ്. അതുപോലെ തന്നെ ഈ സർപ്പം എന്ന് പറയുന്നത് പിശാചിൻ്റെ പ്രതീകമാണ്. അതിനെ ജയിക്കുവാൻ മോർ ഗീവർഗീസ് തൻ്റെ പ്രാർത്ഥനയും അതിനോടനുസരിച്ചുള്ളതായ നോയമ്പും ഒക്കെയും താൻ കൂടുതൽ ആകൃഷ്ടമായ ദൈവത്തിന് അനർഗളങ്ങളാകുന്ന കൃപകളുടെ തോടുകൾ ഒഴുകുവാൻ തക്കവണ്ണം താൻ അതിനെ കൂടുതൽ ആശ്ലേഷിച്ചു. അങ്ങനെ അനർഘമായ കൃപകൾ, ആ വർണ്ണിക്കാവുന്നതല്ലാത്തതായ അനുഗ്രഹങ്ങളും ഗീവർഗീസ് പ്രാപിച്ചുകൊണ്ട് മരണ സംസ്കാരത്തിലും ജീവന്റെ സംസ്കാരത്തിലേക്ക് പ്രവേശിക്കാനുള്ള വഴികൾ നമുക്ക് തുറന്നു തന്നെങ്കിൽ ആ പുണ്യപ്പെട്ട പിതാവിൻ്റെ ആ അതിശ്രേഷ്ഠനായ സഹദായുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുമ്പോൾ ഈ ലോകം നമ്മളെ ശ്രവണ മാധ്യമങ്ങൾക്കൂടെയൊക്കെയും നാം കാണുന്നത് ഏറ്റവും പ്രയാസങ്ങളും പ്രതിസന്ധികളും അടങ്ങിയതായ ചില കാര്യങ്ങളെയാണ്. രാഷ്ട്രീയങ്ങളായാലും സാമ്പത്തികമായും മറ്റിതൊക്കെയും സാംസ്കാരിക രംഗങ്ങളൊക്കെയും പ്രശ്നങ്ങളൊക്കെയും കൂടുതൽ നടമാടുന്നതായ കാലയളവിൽ ഗീവർഗീസായുടെ ഓർമ്മ, അതിൻ്റെ പ്രസക്തി നാം മനസ്സിലാകുമ്പോൾ മരണ സംസ്കാരത്തിന് ജീവന്റെ സംസ്കാരത്തിലേക്ക് പ്രവേശിക്കുവാൻ പ്രയത്നിച്ചവനായ സഹദായാണ് ഗീവർഗീസ്. നമുക്കും സാത്താനെ ഉപേക്ഷിച്ച് മശിഹായിൽ പരിപൂർണമായി വിശ്വസിച്ചുകൊണ്ട് ആകയാൽ അന്ധകാര അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനമാന്നുള്ളതായ ആ വലിയ പ്രഖ്യാപനത്തോടുകൂടി അത് മുദ്രാവാക്യമായി നമ്മൾ കണ്ടുകൊണ്ട് ഈ പിശാചിനെ ജയിക്കുവാൻ, സാത്താനെ ജയിക്കുവാൻ
മരണത്തെ ജയിച്ച കർത്താവായ യേശുമിശിഹായെ തൻ്റെ വിജയ ശ്ലീബായാൽ നാം അതിനെ അനുധാവനം ചെയ്തുകൊണ്ട് ജീവന്റെ സംസ്കാരത്തിലേക്ക് പ്രവേശിക്കണം. ശ്ലീബ കർത്താവിൻ്റെ ബലിപീഠമാണ്. ശ്ലീബ കർത്താവിൻ്റെ സിംഹാസനമാണ്. ശ്ലീബ കർത്താവിൻ്റെ പ്രസംഗപീഠമാണ്. ആ ശ്ലീബായാണ് ഈ ലോകം മുഴുവൻ ഉയർന്നേൽക്കുവാൻ കൊണ്ട് ഈ പരിശുദ്ധ ദേവാലയത്തിന് മുകളിൽ സംസ്ഥാപിക്കപ്പെട്ട്, ഈ പരിശുദ്ധ ത്രോണോസിൻ്റെ മുകളിൽ സംസ്ഥാപിക്കപ്പെട്ട് നമുക്കൊക്കെയും അനുഗ്രഹത്തിൻ്റെ ഹേതുവായി തീരുവാനും ഈ ശ്ലീബായെ ദർശിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന സത്യക്രിസ്ത്യാനികളായി യഥാർത്ഥ സിയോൻ യാത്രക്കാരായി നാം തീർന്നുകൊണ്ട് ഈ അനുഗ്രഹിക്കപ്പെട്ടതായ കൂദാശ അനുഗ്രഹം പ്രാപിച്ച് നാം ഒക്കെയും ശ്രേഷ്ഠരായി തീർന്നുവെങ്കിൽ ആ വിശ്വാസത്തിന് മകുടം പ്രാപിച്ചു. വിശ്വസിച്ചാൽ ദൈവത്തിന് മഹത്വം കാണുന്ന മാർത്തിയോട് പറഞ്ഞ കർത്താവ് നമുക്ക് അനുഗ്രഹങ്ങൾ സമൃദ്ധിയായി തരും. വിശ്വാസന നായകനും പൂർത്തീകരിക്കുന്ന യേശുവിനെ നോക്കുക. യേശുവിനെ കണ്ടുകൊണ്ട് കർത്താവായ യേശുവിനായിക്കൊണ്ട് ക്രിസ്തുവിലായിക്കൊണ്ട് എന്നെ അനുഗമിക്കുവാൻ പറഞ്ഞ ശിഷ്യൻ സമൂഹം തന്നെ അനുഗമിച്ചു. നാം അനുഗമിച്ച് മരണസംസ്കാരത്തിൽ ജീവന്റെ സംസ്കാരത്തിൽ പ്രവേശിക്കുവാൻ ഈ പരിശുദ്ധ